atomic structure questions and answers തുടരുകയാണ്. 19th question. Cathode rays are moving from cathode to anode. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന റേസ് ആണ് എന്ത്? കാഥോഡ് റേസ്. അതിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് പറയാനാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും പറയുന്നു. കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം കാഥോഡ്. മോർ റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സ്പേസ് ബിറ്റ്വീൻ കാഥോഡ് ആൻഡ് ആനോഡ് ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ആനോഡ്. കാഥോഡ് റേസ് സ്റ്റാർട്ട് ചെയ്ത് ആരംഭിക്കുന്നത് കാഥോഡിൽ നിന്നാണ്. കൂടുതൽ ഉണ്ടാകുന്നത് കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ നിന്നാണ്. അതായത് കാഥോഡ് റേസ് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? കാഥോഡിൽ നിന്നാണ്. കൂടുതൽ ഉണ്ടാകുന്നത് കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ നിന്നാണ്. എന്നിട്ട് അത് എങ്ങോട്ട് നീങ്ങുന്നു? ആനോഡിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഓക്കെ, ദേ ആർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. ഇത് മാസുള്ള പാർട്ടിക്കിൾസ് ആണ്, ഭാരമുള്ള പാർട്ടിക്കിൾസ് ആണ്, കണികകളാണ്. ദേ ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഈ കാഥോഡ് റേസ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്, നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും വ്യതിചലിക്കും. ഡിഫ്ലക്റ്റഡ് ഇൻ ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഡിഫ്ലക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവാർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. അതിന്റെ ഡിഫ്ലക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ, വ്യതിചലനം എങ്ങോട്ടാണ്? പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ്. അത് സൂചിപ്പിക്കുന്നത് ഇതിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ദേ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ് ഇൻസൈഡ് ദി ഡിസ്ചാർജ് ട്യൂബ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത്? കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ പാർട്ടിക്കിൾസിലും ഉള്ളതാണ്. അതുകൊണ്ട് ഡിസ്ചാർജ് ട്യൂബിനുള്ളിലുള്ള ഗ്യാസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഗ്യാസ് ആവട്ടെ ആനോഡ് റേസും, ഏത് ഗ്യാസ് ആവട്ടെ കാഥോഡ് റേസ് ഉണ്ടാവും, അതായത് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാത്തിലും ഉണ്ടാകുന്നത് ഇലക്ട്രോൺ തന്നെയായതുകൊണ്ട് അതിന്റെ E/M റേഷ്യോയും സെയിം ആണ്. ദ ചാർജ് ടു മാസ് റേഷ്യോ, E/M റേഷ്യോ ഈസ് സെയിം ഫോർ ഓൾ ഗ്യാസസ്. ഓക്കെ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് s ഓർബിറ്റൽ, p ഓർബിറ്റൽ, d ഓർബിറ്റൽ ആൻഡ് f ഓർബിറ്റൽ. ഓക്കെ, s ഓർബിറ്റലിന് സ്ഫെറിക്കൽ ഷേപ്പാണ്, ഈ കാണുന്ന പോലെ. കണ്ടല്ലേ, ഇത് 1s ആണ്. നിങ്ങൾ 3 ആക്സിസ് ഇടുക, എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യുക. ഓക്കെ, ഇനി 2s വരയ്ക്കുമ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു, പിന്നെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ ഇല്ലാത്ത സ്ഥലമുണ്ട്, ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലമാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത്, നോഡ്. അവിടെ നിങ്ങൾ കളർ ചെയ്യരുത്, വീട് ഇതേപോലെ വരച്ചിട്ട് കളർ ചെയ്യുക, കുറച്ച് സ്ഥലം കളർ ചെയ്യുക. അപ്പോൾ അത് 2s ആയി. അപ്പോൾ 1sൻ്റെയും 2sൻ്റെയും ഇടയിൽ ഇലക്ട്രോൺ ഇല്ലാത്ത നോഡുണ്ട്, ഡിസ്റ്റൻസിനനുസരിച്ചുള്ള നോഡ്, റേഡിയൽ നോഡ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇത് p ഓർബിറ്റൽസ് ആണ്. p ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. 3 ആക്സിസ് വരയ്ക്കുക, PS, PA, PZ വരച്ചിട്ട് PH നിങ്ങൾ x ആക്സിൽ വരയ്ക്കുക, PY y ആക്സിൽ വരയ്ക്കുക, ഡംബല്, PZ Z ആക്സിൽ വരയ്ക്കുക. കണ്ടോ, PH x ആക്സിൽ ഒരു ഡംബൽ, PY y ആക്സിൽ ഡംബൽ, PZ Z ആക്സിൽ ഡംബൽ. ഓക്കെ, അങ്ങനെയാണ് p ഓർബിറ്റലിന്റെ ഷേപ്പ്, ഡംബൽ ഷേപ്പ്. ഇനി d ഓർബിറ്റൽ ഷേപ്പ് എന്താണ്? ഡി എത്ര ഉണ്ട്? 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡി ഓർബിറ്റൽസ്? DHY, DHZ, DYZ, DH² - y², DZ². അങ്ങനെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. DHY, DHZ, DYZ അത് 3 ഒരുപോലെയാണ്. ബിറ്റ്വീൻ ദ ആക്സിസിന്റെ ഇടയിലാണ്. ഡബിൾ ഡംബലിലാണ്, 2 ഡംബല്. അപ്പൊ നിങ്ങൾ XY എന്ന് പറഞ്ഞാൽ XS YS വരയ്ക്കുക, എന്നിട്ട് 2 ഡംബൽ കൊടുക്കുക. DHZ എന്ന് പറഞ്ഞാൽ XS ZS വരയ്ക്കുക. ഏത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ സൗകര്യം പോലെ വരയ്ക്കുക. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ എളുപ്പം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്സിസ് മാറ്റി കൊടുത്താൽ മതി, പേര് മാറ്റി കൊടുക്കുക. അപ്പോൾ DHY, DHZ, DYZ അത് 3 ആക്സിസിന്റെ ഇടയിൽ. ആക്സിസിന്റെ പേര് മാറ്റാൻ മറക്കരുത്. ഇവിടെ എന്താണോ കാണുന്നത് അതിനനുസരിച്ച് കൊടുക്കുക. ഇനി അടുത്തതാണ് DH² - y². DH² - y² ആക്സിസിലാണ് കിടക്കുന്നത്. 2 ഡംബല് തന്നെ, ഡബിൾ ഡംബല് തന്നെയാണ് ആക്സിസിൽ. DZ² എവിടെ വരിക? Z ആക്സിസിൽ. പിന്നെ ഒരു കോളറും, ഇതാ ഒരു വട്ട് കണ്ടല്ലോ ഇവിടെ, ഒരു കോളർ, അതാണ് അതിന്റെ ഷേപ്പുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ വിത്ത് അസിമുത്തൽ കോഡ് നമ്പർ L = 2. L = 2 അടങ്ങിയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടതാണ് L = 2 എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ല? D സബ്ഷെല്ല്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. L = 0, S L = 1, P L = 2, D L = 3, F അല്ലെ? അപ്പൊ L = 2 എത്ര ഇലക്ട്രോൺസ് കൊള്ളുക? മാക്സിമം 10 ഇലക്ട്രോൺസ്. കാരണം L = 2 എന്ന് പറഞ്ഞാൽ D സബ്ഷെല്ലാണ്. L = 0 ആണോ? L = 0 പറഞ്ഞാൽ S പരമാവധി 2. L = 1 L = 1 എന്ന് പറഞ്ഞാൽ P പരമാവധി 6. L = 2 പറഞ്ഞു കഴിഞ്ഞു. L = 3 F സബ്ഷെല്ലിന് മാക്സിമം 40 ഇലക്ട്രോൺസ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ റെപ്രസെന്റ് ദ ഓർബിറ്റൽ വിത്ത് കോഡ് നമ്പർ n equal to 1 l equal to 0. n equal to 1 ഫസ്റ്റ് ഷെൽ, l equal to 0 s. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? പൊസിഷനും മൊമെന്റും ഒരേ സമയം തീരുമാനിക്കാൻ കഴിയില്ല. സൈമൾട്ടേനിയസ് ഒരേ സമയം തീരുമാനിക്കാൻ കഴിയില്ല. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഓക്കെ, ഡെൽറ്റ എക്സ് ഇതൊക്കെ എടുത്ത് ചോദിക്കാൻ കേട്ടോ. ഇക്വേഷൻ എഴുതിയിട്ട് ഓരോ ടേം റെപ്രസെന്റ് ചെയ്യാൻ ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി പൊസിഷൻ, ഡെൽറ്റ പി അൺസർട്ടനിറ്റി മൊമെന്റം, എച്ച് പ്ലാൻസ് കോൺസ്റ്റന്റ്, മൊമെന്റ് ഇതിൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്, പി ഈക്വൽ ടു mv. ഇതിൽ മാസ് മാറില്ല, വെലോസിറ്റി മാറുള്ളൂ. ഒരു സബ്സ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയാണ് മാറുക. അതുകൊണ്ട് ഡെൽറ്റ പി ഈക്വൽ എം ഇൻറ്റു ഡെൽറ്റ വി. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഡെൽറ്റ പിയുടെ സ്ഥാനത്ത് എന്തും കൊടുക്കാം, എം ഇൻറ്റു ഡെൽറ്റ വി എന്നും കൊടുക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈക്വൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് ഈ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം വരാം. ഇത് വെച്ചിട്ട് വരാം, ഇത് വെച്ചിട്ട് വരാം. ഡെൽറ്റ എക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ വി ചോദിക്കാം, അല്ലെങ്കിൽ എം ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലാവാം.